കുട്ടികൾക്കും മുതിർന്നവർക്കും ചുമയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതും കുത്തിയുള്ള ചുമയുണ്ടെങ്കിൽ ചുമ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കുടിച്ചാൽ മതി കേട്ടോ. പൂർണ്ണമായും മാറി കിട്ടുവേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു 3-4 കുരുമുളകാണ്. അതുപോലെ കുറച്ച് ചുവന്നുള്ളി എടുക്കണം. ഇനി ഉള്ളി ഒന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുരുമുളക് 2-3 മതിയാകും. ഇനി ഇത് കല്ലിൽ ചതച്ചെടുക്കാമേ. കല്ലില്ലാത്തവർക്ക് മിക്സിയിൽ അരച്ചെടുത്താലും മതി. മിക്സിയിൽ അരയ്ക്കുമ്പോൾ കുറച്ചധികം ഉള്ളി ഇട്ടാൽ അരയ്ക്കാൻ എളുപ്പമാകും കേട്ടോ. കുരുമുളക് ആവശ്യത്തിനും ചേർക്കാം. ഒരു കാര്യം, ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഉള്ളിയിൽ വെള്ളമുള്ളത് കൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മിക്സിയിൽ അരച്ചാലും ഉള്ളിക്കകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അല്ലാതെ തന്നെ അരച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചതച്ചെടുത്ത ഉള്ളി നമുക്കൊരു തുണി ഉണ്ടെങ്കിൽ ആ തുണിക്കകത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. കൈ കൊണ്ട് പിഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നീര് ചാടുന്നുണ്ട്. പക്ഷേ തുണിയിലായിരിക്കുമ്പോൾ കുറച്ചധികം നീര് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു തുണി ഇട്ടിട്ട് ആ തുണിക്കകത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു 4-5 സ്പൂണൊക്കെ ഇതുപോലെ നമുക്ക് പിഴിഞ്ഞെടുത്താൽ കിട്ടും കേട്ടോ. ഇതൊരു ദിവസം 2 സ്പൂണൊക്കെ വെച്ച് നമുക്ക് കുടിക്കാമേ. കുടിക്കുമ്പോൾ തന്നെ തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ഇത് കുടിക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ ഇത് കുടിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേനൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു മധുരവും ഉണ്ടായിരിക്കും. കുട്ടികൾക്കൊക്കെ കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല കേട്ടോ. 2 നേരം 2 സ്പൂൺ വെച്ച് ഇത് കുടിച്ചോളൂ കേട്ടോ. ഇനി എത്ര വലിയ കുത്തി ചുമയാണെങ്കിലും അത് പൂർണ്ണമായിട്ടും മാറി കിട്ടും. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നാളെ വീണ്ടും കാണാം.